ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി പാർട്ടായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ പാർട്ട് 1 വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് മെറ്റീരിയലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് സാറ്റിനും അല്ല അന്ന് സിൽക്കും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ 2.5 മീറ്ററാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പ്, ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ടോപ്പാണിത്. ഇത് ഞാൻ 3 വയസ്സായ കുട്ടിയുടെ അളവിലാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് പ്ലെയിൻ നെറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇത് ഞാൻ 5 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. നേവി ബ്ലൂ ആണ് കളർ വരുന്നത്. ഇനി നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിതാ ഈ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിനെ ഡബിളാക്കി ഫോൾഡ് ചെയ്തിട്ട് പിന്നെ കോണാക്കി ഫോൾഡ് ചെയ്യണം. അതായത് ഹാഫ് സർക്കുലറായിട്ട് കട്ട് ചെയ്യാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഡബിളാക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ കോണാക്കി ഫോൾഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കോണാക്കിയാൽ മതി. അപ്പോൾ ഞാനിത് കോണാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് പിന്നൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു സ്കേർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു വേസ്റ്റ് റൗണ്ട് എടുക്കുക. എനിക്കൊരു 10 ഇഞ്ചിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടിയതിൻ്റെ അതിൻ്റെ ഹാഫ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. 10 ആണെങ്കിൽ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ 4 ആക്കിയാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. പിന്നെ ഇങ്ങനെ കോണാക്കി വെച്ചതിലേക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ അളവിനേക്കാളും കുറച്ചും കൂടിയും കുറച്ചിട്ട് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. 5 ആണെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ മാക്സിമം കുറച്ചിട്ട് മാർക്ക് ചെയ്യുക. കാരണം ഇതിങ്ങനെ ക്രോസായി വരുന്നതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് പോയാൽ വൈഡായി പോകാൻ ചാൻസ് ഉണ്ട്, വിടുത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 14 ഇഞ്ചസ് ആണ്. അപ്പോൾ അതുപോലെ ചുറ്റിലും 14 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു ഭാഗം ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അത് ലാസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓപ്പൺ ആക്കി നോക്കിയാൽ ഇതുപോലെ ഉണ്ടാവും, 2 പീസ് ഉണ്ടാവും. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെ ലെയേഴ്സ് കട്ട് ചെയ്യാൻ നോക്കാം. ഇത് ഒരു ലെയേർഡ് സ്കേർട്ടാണല്ലോ. അപ്പോൾ ലെയേഴ്സിനുള്ള മെഷർമെൻറ്റ്സ് ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. 3 ലെയേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ലെങ്ത്തിനെ ഇതുപോലെ 3 ആക്കി ഡിവൈഡ് ചെയ്യണം. നമ്മളെ സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 14 ഇഞ്ചാണ്. ഞാനതൊരു 15 ഇഞ്ചാക്കി എടുത്തിട്ട് അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. നമ്മൾ എത്ര ലെയറാണ് കൊടുക്കുന്നത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ 5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചുറ്റിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ 3 ലെയറും മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ തന്നെ ചെയ്യുന്നത്, മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ ലെങ്ത്ത് 5 ആണ്. പിന്നെ സെക്കൻഡ് ലെയറിൻ്റെ ലെങ്ത്ത് 5 പ്ലസ് ഒരു 2 ഇഞ്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് കുറച്ച് മുകളിൽ നിന്നല്ലേ നമ്മൾ വെച്ച് കൊടുക്കുക, കുറച്ച് മുകളിലായിട്ടായിട്ടല്ലേ വെച്ച് കൊടുക്കുക. അപ്പോൾ 7 ഇഞ്ചാണ്. അതുപോലെ തേർഡ് ലെയറും 5 ഇഞ്ച് പ്ലസ് 2, അപ്പോൾ അത് 7 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതും കുറച്ച് മുകളിൽ നിന്നാണ് വെച്ച് കൊടുക്കുക. ഓരോ ലെയേഴ്സിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ ലെയേഴ്സിനും വേണ്ട വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ലെയറിൻ്റെ വിഡ്ത്താണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിത് ഇതിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്, വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് 13 ഇഞ്ചസ് ആണ്. ഇതുപോലെ ബാക്ക് സൈഡിലോട്ട് ഉണ്ടാവും 13 ഇഞ്ച്. ഇത് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചതല്ലേ. അപ്പോൾ 13 + 13 26 ആണ്. എന്നിട്ട് അതിനെ 3 ഇരട്ടി എടുക്കുക. അപ്പോഴാവും നമ്മൾ ഈ ഒരു നെറ്റ് വെച്ചിട്ട് പ്ലേറ്റ്സ് ഇടുമ്പം ഭംഗി ഉണ്ടാവുള്ളൂ. 3 ഇരട്ടി 4 ഇരട്ടി ഒക്കെ എടുക്കുക. അപ്പോൾ 78 കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ലെയറിൻ്റെ വിഡ്ത്ത്. ഇനി ഞാൻ സെക്കൻഡ് ലെയറിൻ്റെ നോക്കുകയാണ്. സെക്കൻഡ് ലെയറിൻ്റെ ഒരു 21 ആണ് ഇതിൻ്റെ ഈ ഒരു വേസ്റ്റ് ഈ റൗണ്ട് കിട്ടിയത്. ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഉണ്ടാവും 21 ഇഞ്ച്. അപ്പോൾ 21 + 21 42 ആണ്. അപ്പോൾ 42 × 3 എടുക്കുമ്പോൾ 126. അതിൻ്റെ 3 ഇരട്ടി 126 ആണ്. ഇനി തേർഡ് ലെയറിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഞാനൊരു 30 ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിലോട്ടും 30 ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 60 ആണ്. 60ൻ്റെ 3 ഇരട്ടി പറയുമ്പോൾ 180 ആണ്. അപ്പോൾ ഞാനിതാ 3 ലെയേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് ലെയർ എടുത്തിട്ടുണ്ട്. എല്ലാ ലെയേഴ്സും 2 പീസാട്ടോ.
2 പീസായിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിലൊരു ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പ്ലീറ്റ്സ് ആയിട്ട് വരും. അപ്പോൾ ഇനി ഇത് നമ്മുടെ സ്കേർട്ടിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. സ്കേർട്ടിൻ്റെ നല്ല വശത്തായിട്ട് ഒരു ലെയേഴ്സും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ 3 ലെയേഴ്സും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ലെയർ കണ്ടില്ലേ, കുറച്ച് മുകളിൽ നിന്നായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തത്. ഇതുപോലെ തേർഡ് ലെയർ വെച്ച് കൊടുക്കുക. അതുപോലെ സ്കേർട്ട് ഭാഗത്തിൻ്റെ താഴെ ഞാൻ ഫോൾഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലെയേഴ്സ് വെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. സ്കേർട്ടിൻ്റെ താഴെയായിട്ട് ഞാനൊരു കോട്ടൻ്റെ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാം. നമ്മൾ സ്കേർട്ടിന് വേണ്ടി കട്ട് ചെയ്ത പോലെ തന്നെ കോണാക്കി ഫോൾഡ് ചെയ്തിട്ടാണ് ഇതും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഇനി എക്സ്ട്രാ ഞാൻ ഫൈബർ നെറ്റൊന്നും വെച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഇത് ഓൾറെഡി ഞാൻ ഒരുപാട് നെറ്റ് ലെയർ ഒരുപാട് പ്ലേറ്റ്സ് ഇട്ടത് കൊണ്ട് ഒരുപാട് അത്യാവശ്യം പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ എക്സ്ട്രാ ഫൈബർ നെറ്റൊന്നും വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ആക്കി നോക്കാം. ഇതുപോലെ ഉണ്ടാവും. ഇനി ഇത് ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഈ ഒരു ലൈനിങ്ങിൻ്റെ താഴെ പാർട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ ലൈനിങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ആയിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ഇഞ്ച് വിടുത്തുള്ള ഇലാസ്റ്റിക്കാണ്. പിന്നെ ഈ ഒരു പീസിൻ്റെ വിടുത്ത് നമ്മൾ ഇലാസ്റ്റിക് എത്രയാണോ എടുത്തത് അതിനനുസരിച്ച് എടുക്കുക. 1 ഇഞ്ച് വിടുത്തിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിൽ ഒരു 3.5 എടുത്താൽ മതി ഈ ഒരു പീസിൻ്റെ വിടുത്ത്. ലെങ്ത്ത് ഞാൻ പിന്നെ ഈ ഒരു സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത്ര എടുത്തിട്ടുള്ളൂ. പ്ലസ് എക്സ്ട്രാ ഞാൻ ഇത് അതിൻ്റെ ഒരു സൈഡ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഇഞ്ചും കൂടി എടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. അപ്പോൾ ഈ ഒരു ബാൻഡ് എങ്ങനെ സ്കേർട്ടിൽ വെച്ച് കൊടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ബാൻഡിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്കേർട്ടിൻ്റെ ചീത്ത വശത്താട്ടോ, ബാക്ക് സൈഡിലാണ്. ബാക്ക് സൈഡിൽ ഈ ഒരു ബാൻഡിൻ്റെ നല്ല വശമാട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഇതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇലാസ്റ്റിക്കും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്കേർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാട്ടോ ഞാൻ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു ടോപ്പ്, ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ